കേരളത്തിൽ മൊത്തത്തിൽ ഒരു അന്തരീക്ഷം ഇതിനകത്ത് മാറിയിട്ടുണ്ട് എന്നുള്ളത് നിസ്തർക്കമാണ്. യാതൊരു സംശയമില്ല. അതിന് എല്ലാ ഘടകങ്ങളും. കേരളം ഈ സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ ഏറ്റവും ഗംഭീരമാണ് എന്ന് പറയുന്നതിൽ വലിയ കഥയൊന്നുമില്ല, അതൊരു PR എക്സർസൈസ് മാത്രമാണെന്ന് പ്രതിപക്ഷവും പറയുന്നു. ഒരു സംരംഭകൻ എന്നുള്ള നിലയിൽ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം സത്യത്തില് കേരളത്തിലേത് വളരെ വളരെ മുന്നിലാണ് എന്ന് പറയണം. കാരണം കോവിഡ് കഴിഞ്ഞതിന് ശേഷം എല്ലാ വർഷവും തന്നെ 1000-ലധികം സ്റ്റാർട്ടപ്പുകൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ സ്റ്റാർട്ടപ്പ് മിഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 6000-ലേറെയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ കേരളത്തിലെ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിന് വിവിധ അന്താരാഷ്ട്ര ഏജൻസികളുടെ വിവിധ തരത്തിലുള്ള അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. ഞാൻ ഒരു 5 വർഷം മുമ്പ് നമ്മുടെ കേരളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹാർഡ്വെയർ സ്റ്റാർട്ടപ്പിനെ അല്ലെങ്കിൽ ചിപ്പ് മാനുഫാക്ചറിങ് സ്റ്റാർട്ടപ്പിനെ കണ്ടെത്തുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ AI ചിപ്പ് മാനുഫാക്ചർ ചെയ്യുന്ന സ്റ്റാർട്ടപ്പുകൾ വരെ കേരളത്തിൽ തുടങ്ങിയിട്ടുണ്ട്. അതിനർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ സോഫ്റ്റ്വെയർ ഓറിയന്റഡ് സ്റ്റാർട്ടപ്പുകളായിരുന്നു 2020 മുമ്പ് നമ്മൾ നോക്കിയാൽ കേരളത്തിൽ ഉണ്ടായതെങ്കിൽ ബാക്കി ടെക്നോളജി, ഫുഡ്, മെഡിക്കൽ, ഒത്തിരി മേഖലകളിൽ പുതിയ സംരംഭങ്ങൾ, അതെല്ലാം വലിയ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്നു എന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല ഞാൻ കാണുന്നത്. പക്ഷേ ഒത്തിരി ഇനിഷ്യേറ്റീവ്സ് കേരളത്തിൽ നടക്കുന്നുണ്ട്.